മെസ്സി കേരളത്തിലേക്ക് വരില്ല എന്നുള്ള കാര്യം ഏതാണ്ട് അങ്ങ് ഉറപ്പായി കഴിഞ്ഞു. ഇത് വലിയ ഞെട്ടലൊന്നും ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. മെസ്സി വരുമെന്ന കായിക മന്ത്രിയുടെ വാക്ക് വിശ്വസിച്ചവർക്ക് മാത്രമേ ഇതൊരു ഞെട്ടലാകാനുള്ള സാധ്യതയുള്ളൂ. കാരണം നമ്മൾ മുമ്പും സംസാരിച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ ഒരു പോസിബിലിറ്റീസ്, എവിടെ വന്ന് കളിക്കും എന്നൊക്കെ പറയുന്ന ഫാക്ടേഴ്സ്, പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള പണം കണ്ടെത്തേണ്ട ഫാക്ടേഴ്സ്, ഇതൊക്കെ നിലനിൽക്കുകയാണ്. എന്താണെങ്കിലും 2 വർഷം നീണ്ടു നിന്ന കായിക മന്ത്രിയുടെ മോട്ടിവേഷൻ ഇവിടെ ഇതാ അവസാനിക്കുന്നു എന്നുള്ളതാണ്. ഇനിയും ഇത് പൊക്കിപ്പിടിച്ചുകൊണ്ട് വരുമോ എന്നുള്ളത് അറിഞ്ഞുകൂടാ. എനിവേ, മെസ്സി ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നു എന്ന് പറയുന്നൊരു കാര്യം കൺഫേം ആകുന്നുണ്ട്. ഡിസംബർ മാസത്തിൽ മറ്റ് ചില സംസ്ഥാനങ്ങളിലാണ് എത്തുന്നത്. കൊൽക്കത്ത, അഹമ്മദാബാദ്, ഡൽഹി, മുംബൈ എന്നീ സ്ഥലങ്ങളിൽ മെസ്സി ഒരു വിസിറ്റ് നടത്തുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായി. ഇതാണ് പറയുന്നത്, ഈ ഒഫീഷ്യലായി കഴിയാണ്ട് ചുമ്മാ വായ്ത്താളം അടിക്കരുത്, അതിനുശേഷം മാത്രം സംസാരിച്ചാൽ മതി എന്നുള്ളത്. ഇതിനു മുമ്പ് കുറേ വായ്ത്താളം അടിച്ചു, ഒന്നും നടക്കുന്നില്ല, പിന്നീട് മോട്ടിവേഷൻ ആണെന്ന് പറഞ്ഞു, നടക്കുന്നില്ല. ഇതിനകത്ത് തന്നെ പ്രശ്നങ്ങളുണ്ടായി. ഇപ്പോൾ 2023 ഈ ഒരു വാർത്ത ആദ്യമായിട്ട് വരുന്നത്. അതിനുശേഷം എങ്ങനെ പണം കണ്ടെത്തുമെന്ന് പറയുന്ന സംശയങ്ങളുണ്ടായിരുന്നു. ആദ്യം ഗോൾഡ് മെർച്ചൻസ് അങ്ങനെയുള്ള ലെവലിൽ സ്പോൺസർഷിപ്പ് ഉണ്ടാകുമെന്ന് പറഞ്ഞു, പിന്നീട് അത് മാറി വേറെ ഏതൊരു ആപ്പാണെന്ന് പറഞ്ഞു, അതിനുശേഷം റിപ്പോർട്ടറാണെന്ന് പറഞ്ഞു. ഇതിങ്ങനെ നീണ്ടു പോവുകയായിരുന്നു. ഈ സ്പോൺസർ തന്നെ കിട്ടിക്കഴിഞ്ഞാലും മെസ്സിയെ പോലത്തെ ഒരു ലോകോത്തര താരത്തിന് കളിക്കാൻ പറ്റിയിട്ടുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കൊടുക്കാൻ കഴിയുമോ? ഇങ്ങനെയൊക്കെയുള്ള പല ചോദ്യങ്ങൾ നിലനിന്നിരുന്നു. അതിനു മുമ്പ് മലപ്പുറത്തൊരു സ്റ്റേഡിയം വരാൻ പോകുന്നു 50 കോടിക്ക്. അത് വേറെ കോമഡി. അതാണെങ്കിലും ഇതൊന്നും നടക്കുന്നില്ല. അവസാനം കൊച്ചിയും തിരുവനന്തപുരം ആകും. അപ്പോൾ തിരുവനന്തപുരത്ത് ക്രിക്കറ്റ് മത്സരങ്ങൾ വന്നു, കൊച്ചി സെക്യൂരിറ്റി റിസ്ക്, ഇങ്ങനെയൊക്കെ നീണ്ടുപോകുന്ന സാഹചര്യം എന്താണെങ്കിലും അവസാനം ഒരു പ്രഡിക്റ്റബിൾ ആയിട്ട് മാറുന്നു എന്നുള്ളത് മാത്രമാണ് പറയേണ്ടത്. ഇനിയിപ്പം അടുത്ത കുറച്ച് നാളുകൾ ഇനി എന്ത് മോട്ടിവേഷനായിട്ട് നമ്മുടെ മന്ത്രി വരുമെന്നുള്ളത് നമുക്ക് നോക്കാം. അതുപോലെ ഇന്ത്യയുടെ അണ്ടർ 23 ടീം ഒരു സൗഹൃദ മത്സരം കളിക്കാൻ പോകുന്നു. FC ഗോവയ്ക്കെതിരെ ബംഗളൂരുവിൽ വെച്ച് ഈ ഒരു ബുധനാഴ്ചയാണ് മത്സരം കളിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് പറയുന്നത്. മാർക്കസ് ആണ് അതൊരു ട്വീറ്റായിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. ഇന്ത്യയുടെ അണ്ടർ 23ക്ക് മത്സരങ്ങൾ ലഭിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം FC ഗോവയെ സംബന്ധിച്ചിടത്തോളം ഓഗസ്റ്റ് 13 അവർ ACL 2 പ്ലേ ഓഫ് മാച്ച് കളിക്കാൻ പോവുകയാണ്. ഇന്ത്യയുടെ അണ്ടർ 23 ടീമിനെ സംബന്ധിച്ചിടത്തോളം ക്വാളിഫയേഴ്സ് അടുത്ത മാസത്തിൽ വരാനിരിക്കുകയാണ്. അതിൽ ഇപ്പം ഖത്തർ, ബഹ്റൈൻ, ബ്രൂണെ പോലെയുള്ള എതിരാളികളാണ്. സെപ്റ്റംബർ 3 മുതൽ 9 വരെയാണ് ക്വാളിഫയർ മത്സരങ്ങൾ കളിക്കേണ്ടത്. കഴിഞ്ഞൊരു വിൻഡോയിലൊക്കെ ഈ അണ്ടർ 23 ടീം നൗഷാദ് മൂസയുടെ അണ്ടറിൽ മത്സരങ്ങൾ കളിച്ചതാണ്. എന്താണെങ്കിലും വളരെ പ്രധാനപ്പെട്ട ടൂർണമെൻ്റ് ആയതുകൊണ്ട് തന്നെ ഇനിയും ഒരു 2 മത്സരങ്ങൾ ഒരു വെസ്റ്റ് ഏഷ്യൻ കൺട്രിക്കൊക്കെതിരെ കളിക്കേണ്ട ഒരു അനിവാര്യതയുണ്ട്. ഇപ്പം ബംഗ്ലാദേശ് പോലും ഇപ്പോൾ കളിക്കാൻ പോകുന്നുണ്ട് 2 മത്സരങ്ങൾ. ബഹ്റൈനിലേക്ക് ട്രാവൽ ചെയ്തിട്ട് 2 മത്സരങ്ങൾ. അപ്പോൾ ഇന്ത്യയുടെ ഇതേവരെ ഒരു കൺഫർമേഷൻ കാര്യങ്ങളും വന്നിട്ടില്ല. ഇപ്പം നൗഷാദ് മൂസയാണ് അണ്ടർ 23യുടെ കോച്ചായിട്ടുള്ളത്. ഈ ബുധനാഴ്ച മത്സരം കളിക്കാൻ പോകുന്നു എന്നുള്ളത് നമ്മളിപ്പം മാത്രമാണ് അറിഞ്ഞത് മാർക്കസിൻ്റെ ട്വീറ്റിലൂടെ. ഇതിന് മുമ്പ് എന്തെങ്കിലും ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തോ, ഏതൊക്കെയാണ് പ്ലേയേഴ്സ് എന്നുള്ള കാര്യത്തിൽ ഒന്നും തീരുമാനം വന്നിട്ടില്ല. ഇതിനിപ്പം പുറമെ വരാൻ ഇരിക്കേണ്ട ഒരു കാര്യമായിരിക്കാം. എന്താണെങ്കിലും ഈ ഒരു മത്സരം മാത്രം പോരാ, ഇനി ഒരു ഇൻ്റർനാഷണൽ ഫ്രണ്ട്ലീസൊക്കെ തന്നെ വരാൻ പോകുന്ന ക്വാളിഫയേഴ്സിന് മുന്നോടിയായിട്ട് കളിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം നമുക്ക് അണ്ടർ 23 ഇതേവരെ ഒരു ക്വാളിഫിക്കേഷൻ AFC ലെവലിൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. അത് ഇത്തവണയെങ്കിലും നേടിയെടുക്കണം എന്നുള്ളത്. ഇനി അടുത്തൊരു കാര്യം, 2026 നടക്കാൻ പോകുന്ന അണ്ടർ 17 AFC ഏഷ്യൻ കപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ ക്വാളിഫയർ മത്സരങ്ങൾ പല ഗ്രൂപ്പുകളായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഓരോ ഗ്രൂപ്പും ഏതെങ്കിലും ഒരു ടീമായിരിക്കും ഹോസ്റ്റ് ചെയ്യുന്നുണ്ടാകുക. അതിൽ ഒരു ഹോസ്റ്റ് നേഷനായിട്ട് ഇന്ത്യ വരുന്നു എന്നുള്ളതാണ്. അതിനിപ്പം ഡ്രോ ഒക്കെ വന്നതിന് ശേഷമായിരിക്കും ഏത് ഗ്രൂപ്പാണ്, ഏത് ടീമുകളാണ് നമ്മൾ കളിക്കാൻ പോകുന്നതെന്നൊക്കെയുള്ള കാര്യം അറിയാൻ പറ്റുള്ളൂ. അണ്ടർ 17 ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഏജ് കാറ്റഗറിയിൽ താരതമ്യേന ബെറ്റർ ആയുള്ള പെർഫോമൻസസ് ഒക്കെ തരുന്നൊരു ടീമായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം ക്വാളിഫൈഡ് ആകാൻ സാധിച്ചിട്ടില്ല. തുടർച്ചയായി ക്വാളിഫൈ ആയി വന്നുകൊണ്ടിരുന്ന ടീമിനെ ഏത് രൂപത്തിൽ ഒരു മോശം ടീമാക്കാൻ സാധിച്ചു എന്ന് പറയുന്നതിൻ്റെ ഒരു ക്രെഡിറ്റ് AFFന് തന്നെ കൊടുക്കേണ്ടതുണ്ട്. എനിവേ, ഇപ്പോഴും ആരാണ് അണ്ടർ 17ൻ്റെ കോച്ച് എന്നുള്ളത് എനിക്ക് കൺഫർമേഷൻ ഇല്ല. ബിബിയാന ഫെർണാണ്ടസ് കുറച്ച് മത്സരങ്ങളെ കളിപ്പിച്ചിരുന്നു, അതോ ഇനി ഇഷാഖ് അഹമ്മദ് തന്നെയാണോ? ഇതിലൊരു കൺഫർമേഷൻ കാര്യങ്ങളൊന്നുമില്ല. കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് പരിപാടികൾ എനിക്കൊന്ന് ഈ വർഷം തന്നെയാണ് ക്വാളിഫയേഴ്സും പരിപാടികളൊക്കെ നടക്കാൻ പോകുന്നത്. നല്ലൊരു ടീമുണ്ട്. ആ ടീമിനെ നല്ല രീതിയിൽ കൊണ്ടുപോയി മത്സരങ്ങൾ കളിച്ച് എക്സ്പോഷർ കൊടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ക്വാളിഫൈഡ് ആകാനൊക്കെ പറ്റും. അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വർഷം നഷ്ടമായി പോയത് ഇത്തവണ നേടിയെടുക്കാൻ സാധിക്കും. പ്രത്യേകിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഷ്യയിൽ നിന്ന് ഇപ്പോൾ 8 ടീമുകൾക്കാണ് ഫിഫ അണ്ടർ 17 വേൾഡ് കപ്പിലേക്കൊക്കെയുള്ള ഒരു യോഗ്യത ലഭിക്കുന്നത്. അപ്പോൾ ഒരു നല്ല പ്ലാനിങ്ങോട് കൂടി പോയി കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് സാധ്യമാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ദ കേസ്. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ് തീർച്ചയായും കമ്പോസ് ചെയ്യാൻ.